പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ രണ്ട് സമുദായ നേതാക്കളും എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സതീശൻ സഹികെട്ട് പറയുകയാണ്, വർഗീയതയോടെ ഏറ്റുമുട്ടി വീരാളി പട്ടുപുതച്ച് കിടക്കും ഞാൻ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ സതീശൻ എത്തി. അതായത് തോറ്റു എന്ന് പറയുകയാണ്, ലേലു അല്ലു എന്ന് പറയുകയാണ് സതീശൻ. പക്ഷേ ഈ ഗിമ്മിക്കൊക്കെയും മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? ഈ വി.ഡി. സതീശൻ്റെ പ്രസ്താവനയ്ക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വി.ഡി. സതീശൻ പറയുന്നത് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്നാണ്. ആ മുസ്ലിം ലീഗ് ഞങ്ങളോടൊപ്പമുണ്ട്. BJP ഒരു വർഗീയ പാർട്ടിയാണ്. CPM വർഗീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ UDFൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ? സ്വാഭാവികമായും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും. മുസ്ലിം ലീഗിന് വർഗീയ പാർട്ടി അല്ലാതെ നിലനിൽക്കാൻ കേരളത്തിൽ കഴിയില്ല. കാരണം മുസ്ലിം ലീഗ് ഉണ്ടായ കാലഘട്ടം മുതൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് മുൻപുള്ള കാലഘട്ടം പോട്ടെ, മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും ഏറ്റവും ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ 1904, 1905, 1906 കാലഘട്ടത്തിൽ രൂപം കൊണ്ട മുസ്ലിം ലീഗ് ഏതാണ്ട് 120 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനവും ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അന്നത്തേതും അവരുടെ വിഭജനത്തിൻ്റെ തന്ത്രമായിരുന്നു, വിഭജനത്തിൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നു. ഇപ്പോഴത്തേതും അതുതന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ KM ഷാജി അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? ഞങ്ങളൊരു സമുദായത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുള്ള, മന്ത്രിമാരുള്ള ഒരു പാർട്ടിയാണെന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അജണ്ട എന്ന് പറയുന്നത് എക്കാലത്തും വർഗീയമാണ്, ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് വർഗീയ ചുവയില്ലാത്ത, വർഗീയ നിലപാടില്ലാത്ത, വർഗീയ ഇടപെടലുകളില്ലാത്ത, വർഗീയ തീരുമാനങ്ങളില്ലാത്ത, ഒരു സമൂഹത്തിനെ മാത്രം കണ്ടുകൊണ്ടല്ലാത്ത ഒരു നടപടിയും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ UDF നേതാക്കന്മാരത് പറയണ്ടേ? വി.ഡി. സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിനെ വെള്ളപൂശുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തനിക്കിപ്പോൾ മുഖ്യമന്ത്രിയാകണം, അതല്ലെങ്കിൽ UDF ജയിച്ചു വരുമ്പോൾ തനിക്ക് അപ്രമാദിത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ UDFനെ നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗാണ്. കാരണം കേരള കോൺഗ്രസിനൊരു കാലഘട്ടത്തിൽ കുറച്ച് ശക്തി UDFനകത്തുണ്ടായിരുന്നു. ശ്രീ KM മാണിയുടെ കാലഘട്ടത്തിന് ശേഷം, പ്രത്യേകിച്ച് LDFിലേക്ക് ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് പോയതിന് ശേഷം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അവിടെ നിലനിൽക്കുന്ന പാർട്ടികൾക്കൊന്നും തന്നെ ഒരു ശക്തിയില്ല, അതല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് അത്ര പങ്കില്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. പക്ഷേ UDFിൽ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ ചുറ്റിപ്പറ്റിയാണ് രാഷ്ട്രീയം. ഇപ്പോൾ മുസ്ലിം ലീഗ് മാത്രമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജമാഅത്തെ ആയാലും എല്ലാ സാമുദായിക പാർട്ടികളും, മുസ്ലിം സാമുദായിക പാർട്ടികളും UDFിനൊപ്പമാണ്. പക്ഷേ കുറെ കാലം നേരെ തിരിച്ചായിരുന്നു. ഇതിപ്പോൾ മറുകണ്ഠം ചാടി. മുസ്ലിം ലീഗിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ, രാഷ്ട്രീയം നോക്കുമ്പോൾ മുസ്ലിം ലീഗ് UDFൻ്റെ കൂടെയും, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, അതല്ലെങ്കിൽ INLനെ പോലെ, അതല്ലെങ്കിൽ നേരത്തെ SDPI, PDP എന്ന് പറയുന്ന, PFI എന്ന് പറയുന്ന എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഘട്ടത്തിൽ LDFിലും UDFിലുമായി മാറി മാറി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുമ്പോൾ ഏത് ഗവൺമെൻറ്റാണോ വരാൻ പോകുന്നത് അതിനനുസരിച്ച് രാഷ്ട്രീയം മാറ്റുന്ന, നിലപാടുകൾ മാറ്റുന്ന, വോട്ടുകൾ മാറ്റി ചെയ്യുന്ന ഒരു നിലപാടാണ് ആ സംഘടനകളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിലെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളാണ്. അതിൽ LDFിലേക്ക് ആര് പോകണമെന്നും UDFിൽ ആര് നിൽക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നതിന് പിന്നിൽ ഈ തീവ്രവാദ സംഘടനകളെ മുഴുവൻ തന്നെ നേതൃത്വം കൊടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും സംഘടനയും അത് മുസ്ലിം ലീഗാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു ഘടകമുള്ളത് LDFിൻ്റെ ഒപ്പം മുസ്ലിം ലീഗ് പോയാലും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ ഇനി LDFിൻ്റെ കൺവീനറോ ആരെങ്കിലും മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അവർ മുസ്ലിം ലീഗിനെ മൃദുവായി നിലനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു വർഗീയ പാർട്ടിയല്ല എന്ന നിലപാട് സ്വീകരിച്ചത്. അത് സതീശൻ പറയുകയും ചെയ്തല്ലോ. സ്വാഭാവികമല്ലേ? നിങ്ങൾ വിളിച്ചോണ്ടിരുന്ന പാർട്ടിയല്ലേ? വിളിച്ചുകൊണ്ടിരിക്കല 6 മാസക്കാലം നിരന്തരമായി മുസ്ലിം ലീഗ് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ മുന്നണിയാണ് ഇടതു മുന്നണി. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒരു നിർണായക ശക്തിയായി മാറുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായും UDF ആണോ LDF ആണോ വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു എണ്ണം, MLA-മാരുടെ എണ്ണം നോക്കുമ്പോൾ മുസ്ലിം ലീഗ് നിർണായക ശക്തിയായി ഭരണം മാറുന്ന സാഹചര്യമുണ്ടായാൽ
ഇപ്പോൾ 5 MLA-മാർ UDF നേരത്തെ കൊടുത്തിട്ടുണ്ട്. UDF നേരത്തെ കൊടുത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 5 മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. ആ 5 മന്ത്രിമാരിൽ നിന്ന് ഇന്ന് മുസ്ലിം ലീഗ് ചോദിക്കുന്ന 7 മന്ത്രിമാരാണ്. ആ 7-ൽ നിന്ന് അവർ ഉപമുഖ്യമന്ത്രിയെ ചോദിക്കുന്നു, പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കുന്നു, നാളെ മുഖ്യമന്ത്രിയെ ചോദിക്കുന്നു. നേരത്തെ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. 2030 ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ, 2030-ലോ 31-ലോ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നൊരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. ഈ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം കാണുന്നത് UDF മുന്നണിയും LDF മുന്നണിയും മുസ്ലിം ലീഗിനെ തങ്ങളോടൊപ്പം നിർത്താൻ നടത്തുന്ന തത്രപ്പാടുകളാണ്. UDF നിലവിൽ നിലനിൽക്കുമ്പോൾ തന്നെ LDF നിരന്തരമായി ക്ഷണിക്കുന്നു, നിരന്തരമായി അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളും മതതീവ്രവാദ സംഘടനകളും അവർക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ LDF തയ്യാറാണ് എന്നുള്ള നിലപാടിലാണ് അവർ നിലനിൽക്കുന്നത്. ഇപ്പോൾ LDF-ന് ഭരണം കിട്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു 50 സീറ്റ് 60 സീറ്റൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിന് കിട്ടുന്ന എണ്ണത്തെ വെച്ചുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നുള്ളത് 100% രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അവർ അംഗീകരിക്കുകയും ഇനി UDF 7 മന്ത്രിമാരെ കൊടുത്താൽ ഞങ്ങൾ 8-ഓ 10-ഓ മന്ത്രിമാരെ കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു സംശയവും അക്കാര്യത്തിനകത്തില്ല. അപ്പോൾ സതീശൻ സത്യത്തിൽ ലീഗിന്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വരും. സതീശൻ ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ചോദിക്കുന്നത്. എന്നാൽ ഫലത്തിൽ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴൊന്നും ആവശ്യപ്പെടുന്നില്ല, എല്ലാം ജയിച്ചു കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. സതീശനെ സംബന്ധിച്ച് സതീശന്റെ അപ്രമാദിത്വം നിലനിർത്തേണ്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കൂടി ഒരു ഭാഗമായിട്ടാണല്ലോ. അതിപ്പോൾ UDF-ലെ ശ്രീമാൻ സതീശനാണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും ശ്രീമാൻ KC വേണുഗോപാലാണെങ്കിലും ഇനി ശ്രീ ശശി തരൂരാണെങ്കിലും അവരെ ഏത് മുഖ്യമന്ത്രിയെ വെക്കാൻ തീരുമാനിച്ചാലും ആ മുഖ്യമന്ത്രിയാണെങ്കിലും UDF-ൻ്റെ ഭരണ സംവിധാനമാണെങ്കിലും അവർക്ക് മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോകാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് UDF-ലുള്ളത്. ഇപ്പം ഇന്ന് VD സതീശൻ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും ഒക്കെ NSSൻ്റെ ജനറൽ സെക്രട്ടറി എതിരെയൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്കെതിരെ പറയുകയും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ മുഴുവൻ തന്നെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നത്? അതൊരു രാഷ്ട്രീയപരമായ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് മുസ്ലിം ലീഗ് മതേതര പാർട്ടി ആയതുകൊണ്ടല്ല. മുസ്ലിം ലീഗിന് ലഭിക്കാൻ പോകുന്ന MLA-മാരുടെ എണ്ണവും UDF ഭരണത്തിൽ വരുമ്പോൾ തനിക്ക് ലഭിക്കേണ്ട പിന്തുണയും, ഇത് രണ്ടും സതീശൻ മറ്റുള്ളവരെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. ഈ നേരത്തെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനക്കെതിരായി NSSൻ്റെ ജനറൽ സെക്രട്ടറി പ്രസ്താവനയുമായി രംഗത്ത് വരുമ്പോൾ ഇപ്പോൾ ഒരുമിച്ച് പോകണം, ഐക്യപ്പെട്ടു പോകണം, NSS-ഉം SNDP-യും ഐക്യപ്പെട്ടു പോകണം എന്നാണല്ലോ പറയുന്നത്. BJP എത്രയോ കാലമായി കേരളത്തിൽ ഇതേ വാദം തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകണം എന്ന് പറയുന്നു. ഇപ്പോൾ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടുകൾ എല്ലാവർക്കും അറിയാം. LDF ഗവൺമെൻറ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയപ്പോൾ അതിനെ പരോക്ഷമായി പിന്തുണച്ചയാളാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു. കാരണം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിലപാടുകൾ തിരുത്തി. NSS-നെ സംബന്ധിച്ച് NSS ആ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് സ്വാഭാവികമായും സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണ്. പക്ഷെ അവർ ഒരുമിച്ച് വരുമ്പോൾ ഇന്ന് NSS-ൻ്റെ ജനറൽ സെക്രട്ടറിയും SNDP ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് പറയുന്നത് കേരളം ഇന്നത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സാമുദായിക ഐക്യം അത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗിന് അപ്രമാദിത്വം കിട്ടുന്നതോടുകൂടി മറ്റ് എല്ലാ സാമുദായിക സംവിധാനങ്ങളും തിരുത്തപ്പെടും, അതല്ലെങ്കിൽ മാറ്റപ്പെടും എന്നുള്ളത് സ്വാഭാവികമായും ഈ 2 സാമുദായിക നേതാക്കന്മാരും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ചൂണ്ടുപലകയാണ്. അത് UDF-ന് അനുകൂലമാണോ LDF-ന് അനുകൂലമാണോ എന്നുള്ളതല്ല. അത് സ്വാഭാവികമായും കാലങ്ങളായി BJP മുന്നോട്ട് വെക്കുന്ന ഈ സാമുദായിക ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയിലേക്ക്, അതല്ലെങ്കിൽ ആ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് NSS-ഉം SNDP-യും എത്തുന്നു എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അതാണല്ലോ. കേരളത്തിൽ തിരുവനന്തപുരത്ത് BJP-ക്ക് ഭരണം കിട്ടുന്ന സാഹചര്യം കോർപ്പറേഷനിലുണ്ടാകുന്നു. മുനിസിപ്പാലിറ്റികളിൽ വ്യാപകമായിട്ടുള്ള വോട്ടിൻ്റെ വളർച്ച ഉണ്ടാകുന്നു.
ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഭരണം കൂടുതൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നത് BJP നേരത്തെ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അതായത് കേരളത്തിലെ സാമുദായിക ഐക്യം ഒരുമിച്ച് പോകണം എന്നുള്ളതാണ്. അതിലേക്ക് അവർ വരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറഞ്ഞിരുന്നാൽ പോലും, ആണെങ്കിൽ പോലും എന്നാണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പോലും വിധേയപ്പെട്ട് നിൽക്കേണ്ടത് ലീഗിന് ആയിരിക്കുമെന്നുള്ളത് ഉറപ്പല്ലേ? 100%. ലീഗിന്റെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് സതീശൻ UDF-ന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോകുന്നത് കോൺഗ്രസ് അല്ല. UDF-ന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോകുന്നത് ലീഗാണ്. UDF-ന്റെ മന്ത്രിമാരെ പോലും തീരുമാനിക്കുന്നതിൽ നിർണായക റോള് കിട്ടാൻ പോകുന്നത് ലീഗിനാണ്. ലീഗ് തീരുമാനിക്കുന്ന മന്ത്രിമാരും ലീഗ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയുമാണ് കേരളത്തിൽ അടുത്ത തവണ UDF-ന് ഭരണം കിട്ടിയാൽ വരാൻ വേണ്ടി പോകുന്നത്. LDF അതേ സമയത്ത് ലീഗിനെ ഒന്ന് തൊട്ട് തലോടി ലീഗിനെ എതിർക്കുന്നൊരു നിലപാട് LDF-ന് ഇല്ല, എത്രയോ കാലങ്ങളായിട്ടില്ല. LDF-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് UDF-ന്റെ ഒപ്പം നിൽക്കുന്ന ലീഗിനെ തള്ളിപ്പറയുന്നുണ്ടോ? ഇല്ലല്ലോ. കോൺഗ്രസിനെ തള്ളിപ്പറയുമ്പോൾ പോലും ലീഗിനെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ലീഗ് നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് സ്വാഭാവികമായും തങ്ങൾക്ക് ഭാവിയിൽ ഈ സംവിധാനത്തിൻ്റെ, ലീഗ് സംവിധാനത്തിൻ്റെ പിന്തുണ കിട്ടണം എന്ന് ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെക്കാനുള്ള ആവശ്യം തുറന്നിടുകയാണ്. ആ തുറന്നിടൽ ഇപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്.